കഥാസരിതസാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് നഹുഷന്റെ പതനം എന്ന കഥയാണ്. വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ്. ആയതിനാൽ ഉച്ചാരണത്തിലും ദൃശ്യത്തിലും ചില പോരായ്മകൾ ഉണ്ടാകാം. സദയം ക്ഷമിക്കുക. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇന്ദ്രനാകാൻ വന്നവൻ പാമ്പായി മാറി. സ്വർഗലോകത്തിന്റെ രാജാവായ ഇന്ദ്രനാകാൻ ഭാഗ്യം ലഭിക്കുക എന്നത് ആർക്കും ലഭിക്കാത്ത ഒരു വരമാണ്. എന്നാൽ ആ പദവിയിൽ ഇരുന്നിട്ടും തന്റെ അഹങ്കാരം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു പാമ്പായി വീഴേണ്ടി വന്ന ഒരാളുണ്ട്, നഹുഷൻ. എങ്ങനെയാണ് ഒരു പുണ്യശ്ലോകനായ രാജാവ് വെറുമൊരു സർപ്പമായി മാറിയത്? നഹുഷന്റെ പതനത്തിന്റെ ഞെട്ടിക്കുന്ന കഥ നമുക്ക് നോക്കാം. നഹുഷൻ ഇന്ദ്രനാകുന്നു. ഒരിക്കൽ വൃത്രാസുരനെ കൊന്ന പാപത്തിൽ നിന്ന് മുക്തി നേടാൻ ഇന്ദ്രൻ സ്വർഗം വിട്ടുപോയി. ആ സമയത്ത് സ്വർഗലോകം ഭരിക്കാൻ യോഗ്യനായ ഒരാളെ ദേവന്മാർ തിരഞ്ഞു. 100 അശ്വമേധ യാഗങ്ങൾ ചെയ്ത പുണ്യവാനായ നഹുഷ രാജാവിനെ അവർ ഇന്ദ്രപദവിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ നഹുഷൻ ഇന്ദ്രനായി സ്വർഗത്തിന്റെ അധിപനായി. അഹങ്കാരത്തിന്റെ തുടക്കം. അധികാരം ലഭിച്ചതോടെ നഹുഷന്റെ സ്വഭാവം മാറി. താൻ എല്ലാറ്റിനും മുകളിലാണെന്ന അഹങ്കാരം അയാളിൽ നിറഞ്ഞു. ഒടുവിൽ ഇന്ദ്രന്റെ പത്നിയായ ഇന്ദ്രാണിയെ, ശചിദേവി, സ്വന്തമാക്കാൻ പോലും നഹുഷൻ ആഗ്രഹിച്ചു. പതിവ്രതയായ ശചിദേവി ഭയന്നുപോയി. അവൾ ബൃഹസ്പതിയുടെ ഉപദേശം തേടി. ശചിദേവി നഹുഷനോട് ഒരു നിബന്ധന വെച്ചു. മുമ്പ് ആരും വരാത്ത ഒരു വാഹനത്തിൽ എന്നെ കാണാൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം. അഹങ്കാരിയായ നഹുഷൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. സപ്തർഷികളെ അപമാനിക്കുന്നു. നഹുഷൻ തിരഞ്ഞെടുത്ത വാഹനം ഏതായിരുന്നു എന്നറിയാമോ? 7 മഹർഷിമാർ, സപ്തർഷികൾ ചുമക്കുന്ന ഒരു പല്ലക്കിലായിരുന്നു നഹുഷന്റെ യാത്ര. ലോകം മുഴുവൻ വണങ്ങുന്ന ഋഷിമാരെക്കൊണ്ട് തന്റെ പല്ലക്ക് ചുമപ്പിക്കാൻ മാത്രം നഹുഷൻ അന്ധനായി മാറി. യാത്രയ്ക്കിടയിൽ വേഗത കുറവാണെന്ന് തോന്നി നഹുഷൻ മഹർഷിമാരെ ശകാരിച്ചു. ഒടുവിൽ പല്ലക്ക് ചുമന്നിരുന്ന അഗസ്ത്യമുനിയെ നോക്കി നഹുഷൻ സർപ്പ വേഗത്തിൽ നടക്കൂ എന്നർത്ഥം എന്ന് വിളിച്ച് ആക്രോശിക്കുകയും തന്റെ കാൽ കൊണ്ട് അദ്ദേഹത്തെ ചവിട്ടുകയും ചെയ്തു. ശാപവും പതനവും. മഹർഷിയുടെ ക്ഷമ നശിച്ചു. അഗസ്ത്യമുനി നഹുഷനെ ശപിച്ചു. നീ എന്നെ സർപ്പ എന്ന് വിളിച്ചുവല്ലോ, അതിനാൽ നീ ഒരു സർപ്പമായി ഭൂമിയിൽ പതിക്കട്ടെ. നിമിഷനേരം കൊണ്ട് ഇന്ദ്രന്റെ സിംഹാസനത്തിലിരുന്ന നഹുഷൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീണു. കോടിക്കണക്കിന് വർഷങ്ങൾ ഒരു മലമ്പാമ്പായി ഭൂമിയിൽ കഴിയാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. പിന്നീട് ദ്വാപരയുഗത്തിൽ യുധിഷ്ഠിരനുമായുള്ള കൂടിക്കാഴ്ചയിലൂടെയാണ് നഹുഷന് മോക്ഷം ലഭിച്ചത്. പദവിയും അധികാരവും എത്ര വലുതായാലും വിനയം ഇല്ലെങ്കിൽ നാശം ഉറപ്പാണെന്ന് നഹുഷന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ശുഭദിനം.